നാഷണൽ ഹൈവേ 183-ൽ പീരുമേടിനും കുമിളിക്കുമിടയിലുള്ള വണ്ടിപ്പെരിയാറിൽ നിന്നും ആനക്കുഴി ഗ്രാമത്തിലേക്കുള്ള യാത്രാവിശേഷങ്ങളാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ ടൗണിലാണ് ഞാൻ. മുബാറക്കിൻ്റെ ഒരു ബസ്സെങ്കിലും എപ്പോഴും ഈ ടൗണിലുണ്ടാകും. പെരിയാർ ടൗണിൽ നിന്നും 3 മണിക്കുള്ള KSRTC ബസ്സിലാണ് യാത്ര. മുബാറക്കിൻ്റെ ധർമാവാലി, തേങ്ങാക്കൽ ബസ്സുകളൊക്കെയാണ് മുന്നിൽ പോകുന്നത്. ഈ ബസ് കുമിളി ഡിപ്പോയുടെ വണ്ടിയാണ്. രാവിലെ 7 മണിക്ക് കുമിളിയിൽ നിന്നും പുറപ്പെട്ട് വെള്ളാരംകുന്ന്, ആനക്കുഴി, ഡൈമോക്ക് വഴി വണ്ടിപ്പെരിയാറിൽ എത്തിച്ചേരുന്നു. വണ്ടിപ്പെരിയാർ ആനക്കുഴി സർവീസ് ഷട്ടിലായിട്ട് ഓടുന്നുണ്ട്. വൈകിട്ട് 5 മണിക്ക് മാത്രമേ ഈ ബസ് കുമിളിക്ക് തിരിച്ചു പോവുകയുള്ളൂ. ആനക്കുഴിയിലേക്ക് KSRTCയും മുബാറക്കിൻ്റെ ബസ്സുമാണ് സർവീസ് നടത്തുന്നത്. ഓരോ 1 മണിക്കൂർ ഗ്യാപ്പിൽ ബസ്സുകളുണ്ട് ഈ റൂട്ടിൽ. ശിവൻ ചേട്ടനും മുകേഷുമാണ് ഇന്ന് ഡ്യൂട്ടിയിലുള്ളത്. കുമിളിയിൽ നിന്നും ഹെലിബറിയായുടെ വീഡിയോ ചെയ്തപ്പോൾ ശിവൻ ചേട്ടനായിരുന്നു ഡ്രൈവർ. വാളാർഡി, ഡൈമോക്ക് വഴി 13 കിലോമീറ്റർ ദൂരമാണ് ആനക്കുഴി വരെ. ബസ് ഫെയർ 23 രൂപയാണ്. 35 മിനിറ്റ് സമയമെടുക്കുന്ന യാത്രയാണ്. വേറെന്നാ സ്കൂൾ പോയി ഓപ്പൺ ആയിട്ടാ? സ്കൂൾ പോയിട്ട് വരിക? സ്കൂൾ പോയിട്ട് വന്നാണോ? യാത്രാവിശേഷങ്ങൾ. മോളുടെ പേരെന്താ? ബെൻസി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. മോളോ? രണ്ടുപേരും ഒരേ ക്ലാസ്സാ? ആ. ഏത് സ്കൂളാ? ഗവൺമെൻറ് സ്കൂളാ? ആ. വീട് എവിടെയാ? ഡയമണ്ടാ? ആനക്കുഴിയിലെ റോഡ് തീരുവാണോ? ആ ആ ആ അവിടെ ചെല്ലുമ്പോൾ അല്ലേ? ഇവിടെ കണ്ട് കാട്ടിലായിരിക്കും. രാവിലെ വരുമ്പോ അതിലെ വരും. വൈകിട്ട് പോകുമ്പോ വാളാർഡി ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്കാണ് പോകുന്നത്. നേരെ കുമിളിക്കാണ്. ചെങ്കരയ്ക്ക് പോകുന്നതും ഇതേ വഴിയാണ്. കുമിളിയിൽ നിന്ന് ഈ റൂട്ട് കാണാൻ ആഗ്രഹമുള്ളവർക്ക് രാവിലെ 7 മണിക്ക് കുമിളിയിൽ നിന്ന് നേരിട്ട് ആനക്കുഴി വഴി ഒരു വണ്ടിപ്പെരിയാർ ബസ്സുണ്ട്. വണ്ടിപ്പെരിയാറിൽ നിന്ന് പിന്നെ വൈകിട്ട് 5 മണിക്കാണ് ആനക്കുഴി വഴി കുമിളിക്ക് ബസ്. ആ കാണുന്നത് ഹോളി ട്രിനിറ്റി CSI പള്ളിയാണ്. ഇവിടെ നിന്നും വലത്തേക്ക് ഒടമേട് പോകുന്ന വഴിയാണ്. ആ റൂട്ടിൽ ബസ്സുകളില്ല. കുമിളിയിൽ നിന്നും ഒടമേടിലേക്ക് നേരിട്ട് ബസ്സുകളുണ്ട്. വാളാർഡി ടീ ഫാക്ടറി വലതു സൈഡിൽ കാണാം. വാളാർഡി എസ്റ്റേറ്റിനുള്ളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഉടമസ്ഥതയിലാണ് ഈ എസ്റ്റേറ്റ്.
ഇടുക്കി ജില്ലയിലെ സുഗന്ധവ്യഞ്ജന ഗ്രാമങ്ങൾ അടങ്ങിയ മേഖലയാണ് വണ്ടിപ്പെരിയാർ. കാപ്പിയും തേയിലയും കുരുമുളകും ഏലവും ഒക്കെ കൃഷി ചെയ്യുന്ന സ്പൈസസ് ഗ്രാമങ്ങൾ ധാരാളമുള്ള മേഖല. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. സ്കൂൾ തുറന്നതിൻ്റെ സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ. ആ അവിടുത്തെ കിടത്താണ് 2:20 പെരിയാറിൽ നിന്നും ആനക്കുഴിയിലേക്ക് പോയ മുബാറക്കിൻ്റെ ബസ്സാണ് തിരികെ വരുന്നത്. അവർ ഈ റൂട്ടിൽ മൊത്തം 7 ചാലുകൾ ഓടുന്നുണ്ട്. 8 മണിക്കാണ് ആദ്യ ട്രിപ്പ്. അവസാനത്തെ ട്രിപ്പ് 6:30. അത് ആനക്കുഴിയിൽ ഹോൾട്ടാണ്. വണ്ടിപ്പെരിയാറിൽ നിന്നും ചെങ്കര, ധർമാവാലി, മ്ലാമല, തേങ്ങാക്കൽ, പശുപ്പാറ, ആനക്കുഴി, കൊടുവ, വാഗമൺ തുടങ്ങിയ റൂട്ടുകളിൽ അവർക്ക് ബസ്സുകളുണ്ട്. ഈ റൂട്ടുകളൊക്കെ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. പന്തടിക്കളം ബസ് സ്റ്റോപ്പിലൂടെയാണ് യാത്ര. വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന റൂട്ട്. ഭഗവതി അമ്മൻ ടെമ്പിളാണ് ഇടതു സൈഡിൽ. ടെമ്പിൾ കഴിഞ്ഞാൽ ഉടനെ ഇടത്തേക്ക് പോകുന്ന റൂട്ടാണ് ചെങ്കരയ്ക്ക്. ഏകദേശം 9 കിലോമീറ്റർ ദൂരമുണ്ട് ചെങ്കരയ്ക്ക്. ഈ റൂട്ടിലെ മെയിൻ വില്ലേജാണ് ഡൈമോക്ക്. ഡൈമോക്കിലെ ലാറ്റിൻ ദേവാലയമാണ് ഇത്. ഇവിടെ നിന്ന് മലകയറ്റമാണ്. 4 ഹെയർപിൻ വളവുകൾ കയറാനുണ്ട്. റോഡ് കണ്ടീഷൻ ഇനി അല്പം മോശമാണ്. ഹിമാലയൻ ഗ്രാമങ്ങളിലെ റോഡുകളെ ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ റൂട്ടാണ് ആനക്കുഴി റൂട്ട്. ഡൈമോക്ക് വില്ലേജിൻ്റെ തന്നെ ഭാഗങ്ങളാണ് ഇവിടമെല്ലാം. 100ഓളം വർഷം പഴക്കമുള്ള എസ്റ്റേറ്റാണ് ഡൈമോക്ക്.
ഡൈമോക്ക് എന്നത് 1909 ഇവിടെ എത്തി തേയില എസ്റ്റേറ്റ് ആരംഭിച്ച ബ്രിട്ടീഷ് പ്ലാന്ററായ ജാക്കിൻ്റെ കുടുംബ പേരാണ്. ആ പേരാണ് അദ്ദേഹം എസ്റ്റേറ്റിന് നൽകിയത്. ജാക്കിൻ്റെ റിലേറ്റീവ്സും പീരുമേട് ഭാഗത്ത് ഇതേ സമയത്ത് എസ്റ്റേറ്റുകൾ ആരംഭിച്ചിരുന്നു. ആഷ്ലി, ഷെമിനി വാലി, സ്റ്റാക്ക് ബ്രൂക്ക് എന്നീ പേരുകളിൽ. 1924 എസ്റ്റേറ്റ് വിറ്റ ശേഷം ജാക്ക് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. എസ്റ്റേറ്റ് ഇപ്പോൾ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിലാണ്. ലൂതറൻ LP സ്കൂളാണ് മുകളിൽ കാണുന്നത്. LP സ്കൂളിൻ്റെ ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയാൽ വ്യൂ പോയിൻ്റൊക്കെ ശരിക്കും ആസ്വദിക്കാൻ സാധിക്കും. വളരെ ഇടുങ്ങിയ റോഡാണ്. സൈഡ് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയ. ഇവിടെ നിന്നും കഷ്ടിച്ച 1 കിലോമീറ്റർ കൂടിയുണ്ട് ആനക്കുഴി ബസ് സ്റ്റോപ്പ് വരെ. വലതു സൈഡിൽ മറ്റൊരു ദേവാലയം ഉണ്ട്. ഇടത്തേക്ക് പോകുന്നത് മൂങ്കലാർ റോഡാണ്. ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് ബസ് എത്തുമ്പോൾ സമയം 3:40. വലത്തേക്ക് കുമളിക്കാണ്. 13 കിലോമീറ്റർ കൂടി ദൂരമുണ്ട്. 4 കിലോമീറ്റർ കൂടി പോയാൽ വെള്ളാരംകുന്ന് ടൗണിലെത്താം. വൈകിട്ട് 5:45 ഇവിടെ നിന്നും കുമളിക്ക് ബസ്സുള്ളത്. നമ്മൾ വന്ന ബസ് ഒരു ട്രിപ്പ് കൂടി പെരിയാറിലേക്ക് പോയിട്ട് 5 മണിക്ക് വരുമ്പോൾ നേരെ കുമളിക്കാണ് പോകുന്നത്. കുമളിയിലാണ് ബസ്സിൻ്റെ സ്റ്റേ. ഓട്ടോ സ്റ്റാൻഡും കുരിശുപള്ളിയും ചായക്കടയും ഒക്കെയാണ് ആനക്കുഴി ലാസ്റ്റ് സ്റ്റോപ്പിലെത്തുമ്പോൾ ഉള്ളത്. പരിസരങ്ങളിലായി തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളുമുണ്ട്. ഉടനെ തന്നെ ബസ് മലയിറങ്ങുകയാണ്.
അടുത്ത വീഡിയോയിൽ വണ്ടിപ്പെരിയാറിൽ നിന്നും ധർമാവാലിക്ക് പോകുന്ന മുബാറക് ബസ്സിൻ്റെ വിശേഷങ്ങളാണ്. എല്ലാവരും കാത്തിരിക്കുമല്ലോ.